പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണല്ലോ പഠിച്ചു വരുന്നത്. അതിൻ്റെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചത് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇപ്പം നാം കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത്, ഈ ലേഖനങ്ങൾ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലം, അവർ വന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലേഖനങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ 4 ലേഖനങ്ങൾ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതി. അതിൽ 2 ലേഖനങ്ങൾ മാത്രമേ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 2 ലേഖനങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. 2ാമത്തെ ലേഖനവും 4ാമത്തെ ലേഖനവുമാണ് ഈ വേദപുസ്തകത്തിൽ 1ാമത്തെ ലേഖനം, 2ാമത്തെ ലേഖനം എന്ന് നാം വായിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള റെഫറൻസ് ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. നമ്മൾ അതിനകത്തൊന്നും കടക്കുന്നില്ല. എന്നാലും പലപ്പോഴും ഒരു കാര്യം അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് 1ാമത്തെ ലേഖനം നമുക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ 1ാമത്തെ ലേഖനത്തിൽ മിസ്സിങ് ആണല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരാശയം നാം ചിന്തിക്കുവാനായിട്ടിടയായത്, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. അതിൻ്റെ 1 കൊരിന്ത്യർ 1ാം അധ്യായത്തിൻ്റെ 26ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ നമുക്ക് ആരംഭിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. അപ്പം 3 അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം നാം കാണുന്നത് ദൈവസഭയിലെ ഭിന്നതയാണ്. ദൈവസഭയിലെ നേതാക്കന്മാരുടെ പേരിലുള്ള ഭിന്നതകൾ, ആ ഭിന്നതകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരാശയം. അപ്പം ഈ ഭിന്നതയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കില്ലാത്തതും നമ്മുടെ വിളിയെ മറന്നു പോകുന്നതുമാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ ലേഖനത്തിൽ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ 3 കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വിളി, നിങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്? നിങ്ങളെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത്. ദൈവവുമായിട്ട് നിങ്ങൾ സെറ്റ് അപ്പാർട്ടായിട്ടുള്ള വ്യക്തികളാണ്. ദൈവം നിങ്ങളെ വേർതിരിച്ചതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുവാനായിട്ട് നിങ്ങൾ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണെന്നുള്ള കാര്യം നാം അവിടെ മറന്നു പോകരുത്. 2ാമത്തെ ഒരു കാര്യം, നിങ്ങളെ ക്രിസ്തുവിനോടുള്ള ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നുള്ള ഒരു ബോധ്യം. ദൈവവുമായിട്ടുള്ള ആ ഒരു ഫെലോഷിപ്പിലാണ് ഇത് 3ഉം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, നമ്മളെ വിളി എന്ന് പറയുന്നത് അശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ദൈവം വിളിച്ചത്. അപ്പം ആ ഒരു ബോധ്യമുള്ള വ്യക്തികൾ ആ ജീവിതം നയിക്കുവാനായിട്ട് ശ്രമിക്കും. അതാണ് നമ്മുടെ ഒരു ഗോള്. എന്നിരിക്കുമ്പോൾ 2ാമത്തെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഫെലോഷിപ്പ് എന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഒരു കൂട്ടായ്മ, ക്രിസ്തുവിനോടുള്ള ഒരു കൂട്ടായ്മ നമുക്ക് വേണം. നമ്മുടെ പരിചയത്തിൽ വരുന്ന ഒരു കൂട്ടായ്മയല്ല, ക്രിസ്തുവിനോട് നമുക്കുള്ള ഒരു കൂട്ടായ്മ. ആ ഫെലോഷിപ്പിനകത്ത് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ മറ്റ് റിലേഷൻസ് ശരിയാകത്തുള്ളൂ. ക്രിസ്തുവിനോടുള്ള ആ ഒരു റിലേഷൻ തെറ്റുമ്പോൾ നമ്മുടെ മറ്റ് റിലേഷൻസ് എല്ലാം തെറ്റും. ദൈവം സ്നേഹമാണ് എന്നാണ് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നാം മാറുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറുമ്പോൾ നമ്മുടെ ഓരോരോ ബന്ധങ്ങളും തെറ്റുവാനായിട്ടിടയാകും. അതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ പദ്ധതി. നമുക്ക് കാണാം, ആദിയിൽ തന്നെ ആദാമിൻ്റെ ഹവ്വയുടെയും ജീവിതത്തിൽ ആദ്യം അവർ ദൈവത്തിനെതിൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് അവർ തെറ്റുവാനായിട്ടിടയായി. തുടർന്ന് പിന്നെ അവർ കാണും, പിന്നെ ദൈവം അവിടെ വന്നപ്പോൾ, ഏദനിൽ വന്നപ്പോൾ ആദാം പറയുന്നു, ഇവളാണ്, നീ തന്ന ഈ ഭാര്യയാണ് തെറ്റിച്ചത്.
അപ്പോൾ അവർ തമ്മിലും ഒരു വിള്ളലുണ്ടായി. അപ്പോൾ ആ ഫെലോഷിപ്പ് തെറ്റി, കുടുംബം തെറ്റി. അപ്പോൾ ഈ ഒരു 3 ഏരിയകളുണ്ട്. ഒന്ന് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ലൈഫ്, 2 നമ്മുടെ കുടുംബം, 3 നമ്മുടെ ഫെലോഷിപ്പ്. ആ ഭാഗത്തേക്ക് കയറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫെലോഷിപ്പ്, ക്രിസ്തുവായിട്ടുള്ള ഒരു ഫെലോഷിപ്പിലാണ് നമ്മളെ വിളിച്ചത്. ആ ഫെലോഷിപ്പ് തെറ്റുമ്പോഴാണ് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും തെറ്റുവാനായിട്ട് ഇടയാകുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളെ വിളിച്ചത് ദൈവിക പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഗോഡ്സ് പർപ്പസ് ആണ് നമ്മുടെ വിളിയുടെ മറ്റൊരു ഉദ്ദേശം. മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യര് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മളെ വിളിച്ചത് ദൈവത്തിൻ്റെ ആ പർപ്പസ്, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാന്, അത് ഫുൾഫിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതാണ് പൗലോസ് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു. ഇനി നമുക്ക് 2-ാമത്തെ അധ്യായത്തിലേക്ക് കയറാം. നാം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ ലേഖനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3, 4 ചാപ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിർത്താറുണ്ട്. എന്നാലും അതിൻ്റെ ഉദ്ദേശം, ഇതൊരു കത്താണ്. ഈ കത്ത് മുഴുവനായിട്ട് വായിക്കുമ്പോഴേ അതിൻ്റെ ഒരു മുഴുവൻ ഉള്ളടക്കം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഈ കത്ത് എഴുതിയതിൻ്റെ പർപ്പസും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് 2-ാമത്തെ അധ്യായത്തിലേക്ക് കയറാം. 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 31 തൊട്ട് വായിച്ചു. ആ ഒരു ഫ്ലോയിൽ തന്നെ നമുക്ക് ചിന്തിച്ചു പോകാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 31, 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ഓ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ 2 വാക്യങ്ങൾ, 1-2 വാക്യങ്ങളോട്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഇതൊക്കെ അറിയാം, ഇത് വളരെ സിമ്പിളായിട്ടുള്ള, വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരുപാട് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഉള്ള ഒരു പട്ടണമായിരുന്നു. ഇവിടെ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയാണ്. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ ആ സഭ സ്ഥാപിക്കുന്നതും പൗലോസ് അഥേനയിൽ നിന്ന് കൊരിന്തിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. അപ്പം ഇതിൽ അത് നമുക്ക് വായിക്കാം. പക്ഷെ അതിന് മുമ്പിട്ടായിട്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ, ഈ ഒരു വാക്യം പൗലോസ് എന്തുകൊണ്ട് എഴുതിയിരിക്കുന്നു, അതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് നാം ചിന്തിച്ചാൽ, ഈ ഒരുപാട് പ്രീച്ചേഴ്സ്, സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗോസ്പൽ, അല്ലെങ്കിൽ ഐ കാൺ സേ ഗോസ്പൽ പ്രീച്ചേഴ്സ്, ടീച്ചേഴ്സ്, ദേ ചാർജ്ഡ് ഫീസ് ടു ടീച്ച് സ്പീക്കിംഗ്. അപ്പോൾ ഇതിനകത്ത് പൈസ വാങ്ങി സംസാരിക്കുന്ന സ്പീക്കേഴ്സ് പൗലോസ് ആ ചർച്ച് വിട്ടതിന് ശേഷം ആ സ്ഥലത്തേക്ക് വരികയും ഇവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇതിനകത്തുനിന്ന് വന്ന ഒരു പ്രശ്നം, നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കാതലായ വിഷയം, സഭയിൽ ഡിവിഷൻ ഉണ്ടായി. അപ്പോൾ ഈ ഡിവിഷൻ ഉണ്ടായതിൻ്റെ പല പല റൂട്ടുകളെയാണ് പൗലോസ് ഇവിടെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ഒരു കാര്യം, ഇവിടെ വന്ന സ്പീക്കേഴ്സാണ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ ഗസ്റ്റ് സ്പീക്കേഴ്സ്. നമ്മൾ ഗസ്റ്റ് സ്പീക്കേഴ്സിനെ ഒരുപാട് പേരെ വിളിച്ച് പ്രസംഗിച്ചപ്പോൾ ഇവര് അവിടുത്തെ പശ്ചാത്തലത്തിൽ അവർ പെയ്ഡ് ആയിരുന്നു, അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രസംഗിച്ചത്. ഈ പൈസയ്ക്ക് വേണ്ടി പ്രസംഗിച്ചപ്പോഴുള്ള ഒരു പ്രോബ്ലം വന്നത്, അവർ പൈസ മേടിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാരെ പെർസ്വേസീവായിട്ട് സംസാരിക്കുവാനായിട്ട്, ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്ത സംസാരിക്കുവാനായിട്ടിടയായി. കാര്യം അങ്ങനെ സംസാരിച്ചാൽ ആണെങ്കിൽ മാത്രമേ അടുത്ത ഒരു മീറ്റിംഗ് കൂടെ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യവും ഇവർ വിളിക്കണമെങ്കിൽ ആ രീതിയിലൊക്കെ സംസാരിച്ച് ആൾക്കാർ മറ്റൊരു ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ, ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ, അതിനകത്ത് ഒരുപാട് ഫിലോസഫിയും ഒരുപാട് അവരെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഇവർ കേൾക്കുവാനായിട്ടിടയായി. അപ്പോൾ അതാണ്
പൗലോസ് ഇവിടെ ഇതിന്റെ കോൺടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. അതിന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അതിനകത്ത് ചെറുതായിട്ട് പൗലോസ് വന്ന കാര്യം മറന്നു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നുകൂടെ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്താലിയയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസുകാരൻ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ശീലാസും തിമത്തിയോസും മക്കതോനിയയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അപ്പൊ പൗലോസിന്റെ പ്രസംഗം മുഴുവനും ഒറ്റ കാര്യത്തെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു, ക്രിസ്തു എന്ന ആ ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു പൗലോസിന്റെ പ്രസംഗം മുഴുവനും. അതുകൊണ്ടാണ് അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ എന്തായിരുന്നു എൻ്റെ ഉദ്ദേശം? എൻ്റെ ഉദ്ദേശം മുഴുവനും നിങ്ങളെ എന്നിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു. വളരെ എലഗൻ്റ് ആയിട്ടുള്ള സ്പീച്ചും സുപ്പീരിയർ വിസ്ഡവും ഒക്കെ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിട്ട് നിങ്ങൾ എന്നിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ഉദ്ദേശം. പകരം ക്രിസ്തുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഇതാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. എനിക്ക് ആ പദം ഇഷ്ടപ്പെട്ടു, ഐ ഡിറ്റർമിൻഡ്. അപ്പം ഇതൊരു നിർണയമായിരുന്നു, ഇതൊരു തീരുമാനമായിരുന്നു. പൗലോസ് വളരെ ജ്ഞാനിയായിട്ടുള്ള മനുഷ്യനായിരുന്നു. ഫിലോസഫിക്കലായിട്ടൊക്കെ സംസാരിക്കുവാനായിട്ട്, ഏത് തരത്തിലുള്ള ലിറ്ററേച്ചറും സാഹിത്യവും എല്ലാം സംസാരിക്കുവാനായിട്ട് കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ തൻ്റെ ഒരു നിർണയം, തൻ്റെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ തൻ്റെ ഒരു സ്ട്രാറ്റജി ഇതൊന്നുമില്ലാതെ വളരെ പ്യുവറായിട്ട് ദൈവവചനം, ഗോസ്പൽ ഇവരോട് ഷെയർ ചെയ്യുകയും, എന്നിട്ട് നാം തുടർന്ന് വായിക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കും, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജനം മാനസാന്തരത്തിലേക്ക് വരണം. അതെന്തിനാ ഇത്രയും എംഫസൈസ് ചെയ്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. കാര്യം ഇപ്പോൾ ഈ നോളജിൽ, വിസ്റ്റത്തിൽ, പ്രസന്റേഷനിലൊക്കെ അട്രാക്റ്റഡ് ആയിട്ട് ഒരുപാട് പേര് ഒരു ട്രാപ്പിലായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മെസ്സേജിനകത്ത് എൻ്റർടൈൻമെൻറ്റ് വേണം, മെസ്സേജിനകത്ത് തമാശ പറയണം, അതിനകത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാണണം, പിന്നെ എന്താ പറയുന്നത്, PA പേഴ്സണലായിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഗോസ്പലിന് പറ്റിയിട്ടുള്ള പ്രശ്നം. അപ്പോൾ അന്നും കൊരിന്ത്യ സഭയിലും ഈ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. കാര്യം ഈ പൈസ മേടിച്ച് പ്രസംഗിക്കുന്നവർക്ക് ഈ ചർച്ചിനോടൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവരെ സംബന്ധിച്ച് അവരോടാണ് അവർക്ക് റെസ്പോൺസിബിലിറ്റി. അവരുടെ ഓരോ മെസ്സേജ് കഴിയുമ്പോഴും അവരുടെ ആഗ്രഹം അവരെ ചർച്ചിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് ഇവരെ ഒരു വലിയ വ്യക്തികളാക്കി കാണണമെന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മുടെ ചർച്ചസിലും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നാം പ്രസംഗിക്കുന്ന, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ അകത്ത കോറായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ഇവരെ ദൈവത്തോടുകൂടെ അടുപ്പിക്കുക എന്നുള്ളതാണോ, അതോ അവരെ എന്നിലേക്ക് അവർ 4 പേര് പറയണം, ഓഹ് എന്തുവായിരുന്നു ആ മെസ്സേജ്, അല്ലെങ്കിൽ എന്തുവായിരുന്നു ആ ആരാധന. അപ്പോൾ ഈ ഒരു വലിയ പ്രശ്നം അത് അന്ന് തൊട്ട് ആ കൊരിന്ത്യ സഭയിൽ പൗലോസ് അന്ന് തൊട്ട് ഉള്ള ഒരു വിഷയമാണ്. അതിനെയാണ് പൗലോസ് ഇവിടെ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയാണ്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരൊറ്റ മെസ്സേജേ ഉള്ളൂ. അതാ പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും യേശുവിൻ്റെ ക്രൂശിനെ വർണ്ണിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ദ മാൻ വിത്ത് വൺ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഏത് മെസ്സേജ് എടുത്ത് നോക്കിയാലും, അത് മോശയുടെ കാര്യം പ്രസംഗിച്ചാലും, ഏലിയാവിൻ്റെ കാര്യം പ്രസംഗിച്ചാലും, ദാവീദിൽ പ്രസംഗിച്ചാലും, ക്രിസ്തുവിലും കുരിശിലും വന്നു നിൽക്കുന്ന മെസ്സേജ്. അത് വിടുതലിലും അല്ലെങ്കിൽ ആ ഭൗമികമായിട്ടുള്ള നന്മകളിലും ഒന്നും ഫോക്കസ് ചെയ്യാതെ കർത്താവിൻ്റെ ക്രൂശിലേക്ക് കൊണ്ടുവരുന്ന ഒരു മെസ്സേജ്. ഹല്ലേലൂയ.
ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റു പലരും ഇതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. പലതും പറഞ്ഞ് ഈ ക്രൂശ് മാത്രം പ്രസംഗിക്കുന്നവരുണ്ട്. അല്ലെ, ക്രൂശ് മാത്രം, എല്ലാ ദിവസവും ക്രൂശ് മാത്രമേ ഉള്ളൂ. എന്നാൽ ക്രൂശിലേക്ക്, അതിൻ്റെ റിയൽ മെസ്സേജിലേക്ക് ആളുകൾക്ക് വരുന്നില്ല. ഇന്ന് പലപ്പോഴും മെസ്സേജസിനകത്ത് ഒരു മെസ്സേജ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ഒരു രാജ്യത്ത് വലിയ യുദ്ധം നടക്കുന്നു. ഇന്ന് യുദ്ധത്തിൽ രാജാക്കന്മാരൊന്നും യുദ്ധത്തിൽ പോകാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സേനാധിപതി ഈ 2 പേരോട്, സോൾജേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ എത്രയും വേഗം രാജാവിനെ അറിയിക്കണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർ കേട്ട ഒരൊറ്റ കാര്യം, 2 പേര് പോയി, ഒരാള് ഈ എത്രയും വേഗം എന്നുള്ളതാണ് പുള്ളിയുടെ മനസ്സിനകത്ത് എപ്പോഴും ഇരുന്ന ഒരു കാര്യം. അതുകൊണ്ട് പുള്ളി ഒരു കാര്യം ചെയ്തു, ഈ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല. പുള്ളി ഉടനെ യാത്ര തിരിച്ചു. അന്ന് യുദ്ധസ്ഥലത്ത് നിന്ന് രാജാവിൻ്റെ അടുത്തൽ ചെന്നപ്പോഴത്തേക്ക് 2-3 ദിവസമായി. പുള്ളി അത്രയും വേഗം കുതിരയൊക്കെ ഓടിച്ച് ഭയങ്കര സ്പീഡിൽ പുള്ളി ചെന്നു. പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ അടുക്കൽ വന്നു. രാജാവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പം ചോദിച്ചു, മെസ്സേജ് എന്താണ്? പുള്ളി പറഞ്ഞു, മെസ്സേജ് ഞാൻ മറന്നുപോയി. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം, നമ്മുടെ മെസ്സേജ് നമ്മൾ മറന്നുപോയി. ഓട്ടത്തിനൊരു കുറവുമില്ല, സ്പീഡിനൊരു കുറവുമില്ല, പക്ഷേ ദ കോർ മെസ്സേജ് പലപ്പോഴും നാം പ്രസംഗിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് പൗലോസ് കൊരിന്ത്യ സഭയിൽ കണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞത്, നിങ്ങൾ ആ മെസ്സേജ്, ക്രൂശിൻ്റെ മെസ്സേജ്, അത് വളരെ കറക്റ്റായിട്ട് നാം പറയണം. ഇന്ന് നമുക്ക് ദൈവസഭയിലും പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, നമ്മൾ ആ ഒരു ഫണ്ടമെൻ്റൽ ട്രൂത്തിൽ നിന്നൊക്കെ മാറി. ക്രൂശിൻ്റെ മെസ്സേജ് ഒന്നും അല്ല നമുക്ക് പറയാനുള്ളത്, നമുക്ക് മറ്റു പല മെസ്സേജുകളായി. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം നമ്മൾ കാണുന്നത്, മറ്റ് മെസ്സേജസ് അത് കേട്ട് അവരുടെ അങ്ങ് ഹൃദയത്തിനകത്ത് വലിയതായിട്ട് പതിഞ്ഞതിന് ശേഷം ഈ ക്രൂശിൻ്റെ മെസ്സേജ് പറഞ്ഞാൽ എറിയത്തില്ല. ക്രൂശിൻ്റെ മെസ്സേജ് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതിൽ കേൾക്കുന്ന ഭയങ്കര ബോറായിട്ട് തുടങ്ങി. കാര്യം അകത്തിരിക്കുന്നത് മുഴുവനും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പറക്കുന്നതിൻ്റെയും പൊങ്ങുന്നതിൻ്റെയൊക്കെ മെസ്സേജാണല്ലോ. അപ്പം ക്രൂശിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അത് സത്യം പറഞ്ഞാൽ ലോകപ്രകാരം അത് ഭോഷത്വം തന്നെയാണ്. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയവർക്ക് മാത്രമേ അത് ദൈവശക്തിയാകുന്നുള്ളൂ. അതാ പൗലോസ് ആദ്യത്തെ ലേഖനത്തിൽ പറഞ്ഞത്, ക്രൂശിൻ്റെ മെസ്സേജ് ജ്ഞാനികൾക്കൊരു ഭോഷത്വമാണ്. ലോകപ്രകാരമുള്ളവർക്ക്, അങ്ങനെയുള്ള വിസ്ഡമുള്ളവർക്ക് അത് കംപ്ലീറ്റ്ലി അതൊരു ഫൂളിഷ്നെസ് ആണ്. പക്ഷേ അത് ദൈവശക്തിയാകുന്നത് ആ ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ ആ വിശുദ്ധ ജീവിതം. ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോളിംഗ് മറന്നു പോകരുത്. 3 കോളിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ഒരു കോളിംഗ് ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മെയിനായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറണം, വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളത്. 2, കർത്താവുമായിട്ടുള്ള എപ്പോഴും ഒരു ഫെലോഷിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ഫെലോഷിപ്പിൽ ഉള്ളവരുടെ ജീവിതം കാണുമ്പോൾ മനസ്സിലാകും, ദൈവസന്നിധിയിൽ നാം ഓരോ ദിവസവും ചെലവഴിക്കുന്നത് നമുക്ക് വാസ്തവമായിട്ടും അത് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷന് ഇടയാകും. ദൈവമായിട്ട് സമയം ചെലവഴിക്കുന്നത് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, ഈ വലിയ ലോങ് ഫാസ്റ്റിംഗ് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷനും ഇല്ല എന്നുള്ളതാണ്. എന്തുവാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല, മനസ്സിലാവുന്നില്ല. പക്ഷേ വളരെ പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നാം ആത്മീയ ഗോളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഭയങ്കര ഡിസപ്ഷൻസ് ഇന്ന് ദൈവസഭകളെ ഡിവൈഡ് ചെയ്ത് ഭയങ്കര ഡിസപ്ഷൻ ആൾക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കൊരിന്ത്യ ലേഖനം വളരെ ശക്തമായി പൗലോസ് പറയുന്നു, ക്രൂശിൻ്റെ മെസ്സേജ് എന്താണ്? ഹല്ലേലൂയ. മെസ്സേജിൻ്റെ 3 ഫണ്ടമെന്റൽ ട്രൂത്ത് ഒന്ന് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഗോസ്പൽ അത് ക്രിസ്തുവിൻ്റെ ഡെത്തിന് സെൻറ്റേർഡ് ആയിരിക്കണം. ക്രൂശില്ലാത്ത ഒരു ഗോസ്പൽ ഇല്ല. നമ്മുടെ സുവിശേഷത്തിലൊക്കെ നിങ്ങൾ ഇവിടെ കടന്നു വാ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുമെന്നുള്ളതല്ല നമ്മുടെ സുവിശേഷം. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ മരണം ഭോഷത്വമായിട്ട് നിൽക്കുന്നവന് സുവിശേഷത്തിൻ്റെ ആദ്യത്തെ പടിയിലോട്ട് പോലും കയറാനായിട്ട് കഴിയത്തില്ല. കർത്താവിൻ്റെ മരണമാണ്
അതാണ് നാം പ്രസ്താവിക്കേണ്ട ഒരു കാര്യം. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ ഗോസ്പല് നമ്മൾ ആരും ഇൻവെന്റ് ചെയ്ത ഒരു കാര്യമല്ല. ഇത് പലരും വിചാരിക്കും ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്തുകാരുണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ വീണ്ടും ജനനം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും സഭകൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് വീണ്ടും ജനനം. ഇതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. ഇതെന്താ? 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇത് പൗലോസ് പറയാണ്, ഇത് ഞങ്ങളായിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമൊന്നും അല്ല. ഇത് ലോകത്തില് ആരും അറിഞ്ഞിരുന്ന ഒരു കാര്യമല്ല. ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായിട്ട് മുൻ നിർമ്മിച്ച പ്രീ ഡിസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് ഒരു പ്ലാൻ ബി അല്ലായിരുന്നു. ഒന്നും നടക്കാഞ്ഞുകൊണ്ട് അവസാനം ചെയ്ത ഒരു കാര്യമല്ലായിരുന്നു. ഇത് ദൈവത്തിന്റെ ആ വലിയ പദ്ധതിക്കകത്തുള്ള ഒരു കാര്യമായിരുന്നു. ക്രിസ്തുവിന്റെ മരണം, കാൽവറി ക്രൂശ്, അതിലൂടെ ഒഴുക്കിയ ഒരു രക്ഷ. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്. ഇത് നമുക്ക് വേണ്ടിയിട്ട് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം കണ്ട ഒരു പദ്ധതിയായിരുന്നു. അത് പ്രീ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ഇത് വെളിപ്പെട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൗലോസ് ഇവിടെ സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ഈ ഗോസ്പൽ എത്ര ക്ലിയർ ആയിട്ട് ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്കത് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ 2-ാം അധ്യായത്തില് പൗലോസ് അതാണ് വിവരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് മാത്രമേ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നൽകുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ പറയുന്ന ആരാണെന്നുള്ള കാര്യം കൂടെ ഒന്നും മറന്നു പോകരുത്. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു താൻ. തന്നെ എല്ലാം ന്യായപ്രമാണമൊക്കെ നന്നായിട്ട് പഠിച്ച് അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരുന്ന തന്നെ ആ ഒരു തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു എൻകൗണ്ടർ, തൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുണ്ടായ ഒരു എൻകൗണ്ടറിലാണ് പരിശുദ്ധാത്മാവ് തനിക്ക് ഇതിൻ്റെയൊക്കെ ഈ പഠിച്ച ന്യായപ്രമാണത്തിൻ്റെയൊക്കെ പൊരുൾ എന്താണെന്ന് തനിക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോഴാണ് ഈ സുവിശേഷം പൗലോസ് എന്താണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതാണ് മൂന്ന് കാര്യങ്ങൾ നാം മറക്കരുത്. ഒന്ന്, നമ്മുടെ സുവിശേഷം നാം ആരോട് ഷെയർ ചെയ്താലും നമ്മുടെ നന്മകളെ കുറിച്ചൊന്നും അല്ല പറയേണ്ടത്. നാം പറയേണ്ടത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ, അതിനകത്താണ് നാം ഒരിക്കലും പോസ്റ്റ് ചെയ്യേണ്ടത്. അതിനകത്താണ് നാം നമ്മുടെ മെസ്സേജ് സെൻറ്റേർഡ് ആയിട്ടിരിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഇന്നും ഇന്നലെയും കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ ആരാണ്ട് റെവലേഷൻ ഒന്നും അല്ല. പൗലോസ് പറയാണ്, ഇത് എൻ്റെ റെവലേഷൻ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. പ്രീ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു, നമ്മുടെ ഗ്ലോറിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മൗതീകരണത്തിന് വേണ്ടിയിട്ട്. മൂന്നാമത്, ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ഇത് നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. ഇനിയും 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. ഓ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പൗലോസ് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിനെയാണ് പിന്നെയും ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പോയിന്റ്. പിന്നെയും താൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് ഒരുപാട് വൈസായിട്ടുള്ള പ്രീച്ചേഴ്സ്, ഒരുപാട് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഒരുപാട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രീച്ചേഴ്സ് ഒക്കെ നിങ്ങളുടെ അടുക്കൽ വന്ന് പ്രസംഗിച്ചു. അതാണ് നിങ്ങളുടെ ഈ ക്രൂശിൽ നിന്ന് നിങ്ങൾ ഒഴുകി പോകുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ആ ക്രൂശിന്റെ വചനത്തിൽ നിന്ന്, കർത്താവിൻ്റെ ആ സന്നിധിയിലുള്ള ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും നിങ്ങൾ വഷളായി പോയതിൻ്റെ കാരണം ഇങ്ങനെയുള്ള മെസ്സേജസും ഇങ്ങനെയുള്ള ചിന്തകളും ഒക്കെ നിങ്ങളുടെ അകത്ത് കയറിയതാണ്. അപ്പം പൗലോസ് പറയാണ്, ഈ പ്രീച്ചേഴ്സ് ഒരുപാട് പേര് വന്നപ്പോൾ അവരുടെ ഇന്റൻഷൻ കറക്റ്റ് അല്ലായിരുന്നു. അവരുടെ ഇന്റൻഷൻ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, അവരിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം 2 തരത്തിലുള്ള പ്രീച്ചേഴ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ഒന്ന്, നമ്മുടെ ഇന്നത്തെ
ഒന്ന് നമ്മുടെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു 2 മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നു. ആ 2 മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു മെസ്സേജ് കേട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു ചിന്ത വന്നു, ഓ, ഈ മനുഷ്യൻ ഭയങ്കര ജ്ഞാനിയാണ്, ഈ പുള്ളി ഒരു വല്ലാത്ത ഭയങ്കര മെസ്സേജാണെന്ന് നമ്മുടെ അകത്തൊരു ചിന്ത വന്നു. അതുപോലെ രണ്ടാമത്തെ ഒരു മെസ്സേജ് നാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ഓ, നമ്മുടെ കർത്താവ് എത്ര നല്ലൊരു കർത്താവാണ്, എത്ര വലിയൊരു സേവിയർ, എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള 2 മെസ്സേജിന്റെ 2 ഇമ്പാക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് മെസ്സേജ് ആയിരിക്കും കൂടുതൽ കേൾക്കുന്നത്? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം. നമ്മൾ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ നാം എവിടെയെങ്കിലുമൊക്കെ മെസ്സേജ് കേൾക്കുവാണെങ്കിൽ ഏത് മെസ്സേജാണ് നമുക്ക് കേൾക്കാനായിട്ട് ഇഷ്ടം? ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ദൈവത്തോടുള്ള, നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്ന മെസ്സേജാണോ, അതോ മെസ്സേജ് കേൾക്കുമ്പോൾ ഓരോ മെസ്സേജ് കേൾക്കുമ്പോൾ ഈ പുള്ളി ഒരു ഭയങ്കര വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഭയങ്കര പവർഫുൾ ആണ്, കേട്ടിരുന്ന സമയം പോകുന്ന അറിയത്തില്ല, അങ്ങനെയുള്ളൊരു മെസ്സേജാണ് നമുക്ക് കേൾക്കാൻ ആഗ്രഹം? നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പൗലോസ് പറയാൻ അതേ ഒരു പ്രശ്നമായിരുന്നു ഇവിടെ വന്നപ്പോഴും. ഇവിടെ ഒരുപാട് ജ്ഞാനികൾ അവരെ കർത്താവിൽ നിന്ന് മാറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ പെർസ്വേസീവായിട്ടുള്ള ജ്ഞാനത്താൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് മാറ്റുന്ന വശീകരണ വാക്കുകൾ. അത് എന്ത് പവർഫുൾ ആയിട്ടാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്, വശീകരണ വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായിരിക്കണം നമ്മളെ വശീകരിക്കേണ്ടത്, വ്യക്തികളായിരിക്കരുത് വശീകരിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ പഠിക്കുമ്പോഴാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പൗലോസ് ഈ കൊരിന്ത്യ ലേഖനത്തിലൊക്കെ എഴുതി വെച്ചിട്ടിട്ട്. കൊരിന്ത്യ സഭയെക്കുറിച്ച് നമുക്ക് അധികം കുറ്റം പറയാൻ പറ്റത്തില്ല, കാര്യം അവർക്ക് ഈ ലേഖനമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഇതൊക്കെ എഴുതേണ്ട വന്നത്. ഈ ലേഖനമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടും ഇതൊക്കെ നമ്മുടെ ഭവനത്തിൽ ഇങ്ങനെ വെച്ചിട്ടും നമുക്കും ഈ സെയിം മിസ്റ്റേക്കുകളാണ് പറ്റുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കൊരിന്ത്യ സഭയേക്കാൾ ശിക്ഷാർഹരാണ് നാം ഓരോരുത്തരും എന്നുള്ളത്. കാര്യം അവർക്കില്ലാഞ്ഞത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും, ബുദ്ധി ഉപദേശത്തിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടും നമുക്ക് പലപ്പോഴും ഇതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാലും നാം എന്താണ് പ്രസംഗിക്കേണ്ടത്, എന്താണ് സഭയുടെ മെസ്സേജ് എന്നുള്ളതിനെ കുറിച്ച് 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 3 എന്താണ് നാം മറ്റുള്ളവരോട് പറയേണ്ടത്, എന്താണ് നാം പ്രസംഗിക്കേണ്ടത്, നമ്മുടെ പ്രസംഗം എന്തായിരിക്കണമെന്ന് പൗലോസ് തന്റെ നിജപുത്രനായ തീമോത്തിയോട് പറയുന്ന ഒരു വാക്യമാണത്. ഒന്ന് വായിക്കാം. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. പ്രൈസ് ലോർഡ്. ഇത് അങ്ങനെ ഒരു കാലഘട്ടം, നാം പ്രസംഗികരെ പെരുക്കുന്ന ഒരു കാലഘട്ടം. നാം യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തവരൊക്കെ ഓരോരുത്തർ പുതുതായിട്ട് വരുന്നു, നല്ല കാര്യമാണ്. പക്ഷേ എന്താണ് ഇവരെ ഇത് ചെയ്യുന്നത്, എന്താണ് ഇവരെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത്. പ്രത്യേകിച്ചും അമേരിക്ക, യൂറോപ്പ്, എവിടെയൊക്കെയുള്ള ചർച്ചസിൽ നമ്മൾ എന്താ പ്രസംഗിക്കേണ്ടതെന്ന് പോലും അവർ തീരുമാനിക്കും. ബോർഡ് തീരുമാനിക്കുന്നതേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താ പ്രസംഗിക്കേണ്ടത്? എൻകറേജ്മെന്റ്. അവരെ നമ്മൾ ഒന്ന് പൊക്കണം, അപ്ലിഫ്റ്റ് ചെയ്യുന്ന മെസ്സേജസ്. അല്ലാതെ ആരെയും കറക്റ്റ് ചെയ്യുവാനായിട്ടോ ക്രൂശിലേക്ക് കൊണ്ടുവരാനായിട്ടോ ഒന്നും പറ്റത്തില്ല. ക്രൂശ് എന്ന് പറയുന്ന ഒരു ഷെയിമായിട്ടുള്ള ഒരു കാര്യമാണ് ലോകത്തിൻ്റെ മുമ്പിൽ. അതിലേക്കൊന്നും കൊണ്ടുവരാത്ത ഒരു മെസ്സേജസും ചർച്ചസും ഒക്കെ ആയിട്ട് മാറുമ്പോൾ 1 കൊരിന്ത്യർ 1:15 പൗലോസ് പറയാണ് എന്താണ് ചർച്ചിന്റെ മെസ്സേജ് എന്നുള്ളത്. 1 കൊരിന്ത്യർ 1:15. ഫസ്റ്റ് തീമോത്തി 1:15. 1 കൊരിന്ത്യർ അല്ല, ഫസ്റ്റ് തീമോത്തി.
ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇതാണ് ചർച്ചിന്റെ മെസ്സേജ്. വളരെ സിമ്പിളാണ്. പൗലോസ് പറയാണ്, തീമോഥെയോട് പറയുന്ന ഒരു കാര്യമാണ്, മോനെ നീ പ്രസംഗിക്കുവാണെങ്കിൽ നീ എന്ത് പ്രസംഗിക്കണം? നീ ഈ പ്രസംഗം പ്രസംഗിക്കണം. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാനായിട്ട് ഈ ലോകത്തിൽ വന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെസ്സേജ്. അതാണ് ചർച്ചിന്റെ മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മുടെ വാഗൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ടും അത് തന്നെയായിരിക്കണം മറ്റുള്ളവർ നമ്മളിൽ കേൾക്കുന്ന ഒരു മെസ്സേജ്. ഇപ്പം പൗലോസിന്റെ ലൈഫിൽ പറഞ്ഞാൽ, പൗലോസ് അവിടെ വന്നപ്പോൾ താൻ ഭയത്തോടും വിറയലോടും കൂടെ ആയിരിക്കുന്നു എന്നുള്ളൊരു വാക്യം നാം കാണാം. അത് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 9 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പൗലോസിന്റെ അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ, കൊരിന്ത്യ സഭയിൽ അല്ലെ കൊരിന്ത്യരുടെ ഇടയിലായിരുന്നപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ അവിടെ വിവരിക്കുന്നു. അതൊന്ന് വായിക്കാം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പൗലോസിനോട് ഭയപ്പെടാതിരിക്കാൻ പറയുന്ന ഒരു സാഹചര്യം, പരിശുദ്ധാത്മാവ് കള്ളം പറയത്തില്ലല്ലോ. അപ്പൊ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയാണ്, നീ ഭയപ്പെടേണ്ട എന്ന് പറയാനുള്ള ഒരു സാഹചര്യം പൗലോസിന്റെ അകത്തും ഭയം ഉണ്ടായിരുന്നിട്ടായിരുന്നല്ലോ. അതാ പൗലോസ് ഇവിടെയും പറയുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ഭയത്തോടും വിറയലോടും കൂടെയാണ് നിങ്ങളുടെ അടുക്കലായിരുന്നത്. ഹല്ലേലൂയ. അപ്പൊ പൗലോസിന്റെ മുഴുവൻ ആശ്രയവും പരിശുദ്ധാത്മാവിലായിരുന്നു. താൻ പറയുന്ന പ്രസംഗത്തിലോ തന്റെ ജ്ഞാനത്തിലോ ഒന്നുമല്ല, വളരെ ഭയത്തോടെ പരിശുദ്ധാത്മാവെ അവിടുന്ന് പ്രവർത്തിക്കണം. അവിടുന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിനകത്തെല്ലാം ഒരു പോയിന്റ് ഇല്ലാതായിട്ട് മാറും. അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വലിയ ജ്ഞാനിയാണെന്നൊക്കെ പറയും, പക്ഷെ ഞാൻ ഒരിക്കലും അവിടെ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നില്ല, ക്രൂശ് പ്രസന്റ് ചെയ്യുന്നില്ല. നമ്മൾ പലപ്പോഴും പ്രസംഗത്തിനൊക്കെ മുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ പറയുമല്ലോ, ക്രൂശിന്റെ മറവിൽ നിർത്തണമേ എന്ന്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും നമ്മൾ പിന്നെ ക്രൂശിന്റെ ഫ്രണ്ടിൽ കയറി നിൽക്കും. പിന്നെ ക്രൂശിനെ ആരും കാണത്തില്ല, നമ്മളെ മാത്രമേ ആൾക്കാർ കാണത്തുള്ളൂ. അതൊരു സത്യമായ ഒരു കാര്യം. അപ്പൊ നമ്മൾ ക്രൂശിന്റെ മറവിൽ നിന്ന്, പൗലോസ് അതാ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്ക വന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് സ്റ്റേജ് അങ്ങോട്ട് ഇടിച്ച് തകർത്ത് പൊളിക്കൊന്നും അല്ലായിരുന്നു. ഞാൻ I was in fear and trembling. Praise the Lord. എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് പൗലോസോട് പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വിസ്ഡത്തിൽ, so that your faith might not rest on human wisdom but on God's power. Hallelujah. ഹ്യൂമൻ വിസ്ഡത്തിലൊക്കെ ബിൽഡ് ചെയ്യുന്നതൊക്കെ വളരെ പെട്ടെന്ന് പൊളിഞ്ഞു വീഴും. പക്ഷെ ദൈവത്തിന്റെ ശക്തിയാൽ അവൻ ആരാണെന്ന് രുചിച്ചറിഞ്ഞ ഒരു സമൂഹം, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്ന ഒരു സമൂഹം, അവർ നിലനിൽക്കും. അവർ ദൈവസന്നിധിയിൽ എന്നും വളർന്നുകൊണ്ടിരിക്കും. അവർ വിശ്വാസത്തിന്റെ മേൽ വിശ്വാസവും പ്രത്യാശയുടെ മേൽ പ്രത്യാശയൊക്കെ അവരുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ മെസ്സേജസ് എന്തായിരിക്കണം, നിങ്ങളുടെ മെസ്സേജ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഭാഗത്തിൽ നാം കാണുന്നത്. അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇവിടെ എന്താണ് ജ്ഞാനം? അതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്താണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എന്താണ് മെച്യൂരിറ്റി, എന്താണ് ജ്ഞാനം? നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതുപോലെ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ ജ്ഞാനത്തിന് ഒരു കുറവുമില്ലായിരുന്നു, ഫിലോസഫേഴ്സിന് ഒരു കുറവുമില്ലായിരുന്നു, പൈസ മേടിച്ച് സംസാരിക്കുന്ന പ്രീച്ചേഴ്സിന് ഒരു കുറവില്ലായിരുന്നു. ദേ ആർ ഓൾ പെയ്ഡ്, ദേ ആർ ഓൾ വെൽ പെയ്ഡ്. അപ്പൊ ഏത് തരത്തിലുള്ള മെസ്സേജസും ആ ചർച്ചിൽ ലഭ്യമായിരുന്നു, ജനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എന്താണ് ഈ ജ്ഞാനം, വിസ്റ്റം
എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ആൻ ഇന്റലക്ച്വൽ അച്ചീവ്മെന്റ് ബട്ട് ദ സ്പിരിച്വൽ റെസിപ്റ്റിവിറ്റി. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന, റിസീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതൊരിക്കലും അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. കാര്യം അന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ള ഒരു പദം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഒരു വിചാരം, നമ്മൾ കുറച്ച് നാളങ്ങ് ദൈവസന്നിധിയിൽ നമ്മളിപ്പം കുറച്ച് നാളങ്ങോട്ട് മാറി ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് അതുകൊണ്ട് പ്രാപിക്കുമെന്നൊക്കെയാണ്. പക്ഷെ ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. But true wisdom sees the reality from God's perspective. അപ്പൊ നമുക്ക് ഈ ഒരു വിസ്ഡം ദൈവത്തിൻ്റെ ആ ലെൻസിൽ നിന്ന് നമുക്ക് കാര്യങ്ങളെ കാണാനായിട്ട് കഴിയുന്നതാണ് ഇസ് എ ട്രൂ വിസ്ഡം. ഹല്ലേലൂയ. ദ സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരുപാട് നോളജ് നാം അക്യുമുലേറ്റ് ചെയ്യുന്നതല്ല. നമ്മളിപ്പം നമുക്ക് പലതും പഠിക്കാം. നമുക്ക് BTH പഠിക്കാം, MTH പഠിക്കാം, പിന്നെ അതിനകത്ത് PhD എടുക്കാം, ഡോക്ടറേറ്റ് എടുക്കാം. ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പൗലോസ് പറയുന്ന ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ഇച്ചിരി എഫേർട്ട് എടുത്ത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് നോളജ് അക്യൂമുലേഷൻ അല്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഗ്രോയിങ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലിവിങ് ഔട്ട് ഗോഡ്സ് റിവീൽഡ് ട്രൂത്ത്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദൈവത്തെ നമുക്ക് റിവീൽ ചെയ്തു തരികയാണ് ഓരോ ദിവസവും. ഈ പരിശുദ്ധാത്മാവിൽ നമ്മൾ മാറി ഒരു 2-3 ഡയറക്ഷൻ ഒന്ന് മാറി ഒരു ഡിഗ്രി ഇതിനകത്തു നിന്ന് മാറിക്കഴിഞ്ഞാൽ പോയി. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തില് ദൈവസ്നേഹത്തിൽ നിന്ന് മാറിയ സഭയെക്കുറിച്ച് പറയുന്നു, ഞാൻ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റും. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ആ ദൈവസഭയില്, ചർച്ചില്, യെരുശലേം ദേവാലയത്തിലെ നിലവിളക്കിന്റെ സ്ഥാനത്ത് നിലവിളക്ക് ഇരുന്നാൽ ആ നിലവിളക്കിന്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ എണ്ണ വീണുകൊണ്ടിരിക്കും. അതിങ്ങനെ എണ്ണ അതിനകത്ത് കറക്റ്റ് വീണുകൊണ്ടിരിക്കും. പക്ഷെ ഈ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ അതിനകത്ത് എണ്ണ വീഴത്തില്ല. എണ്ണ വീണില്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കത്തുന്നത് പോലൊക്കെ തോന്നും, പക്ഷെ കരിയായിരിക്കും, പുകയായിരിക്കും തരുന്നത്. മറ്റേത് പ്രകാശം തരുന്നതിന് പകരം പുകയായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരുപാട് നോളജ് അതൊരു പുകയാവാനായിട്ട് സാധ്യതയുണ്ട്. നാം ദൈവസന്നിധിയിൽ നിന്ന് ആ ദൈവിക റെവലേഷനിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സ്പിരിച്വൽ ട്രൂത്ത് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ മനസ്സിനകത്തുണ്ട്, ഓ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, ശരിയാ. ഈ ക്രൂശ് ഒരു 2 വിഭാഗമായിട്ട് തിരിക്കും. ഈ ക്രൂശ് എല്ലാ വ്യക്തികളും ഈ ക്രൂശിലൂടെ കടന്നു പോകും, പക്ഷെ 2 സൈഡിലോട്ട് അവർ തിരിയും. ക്രൂശിന് ശേഷം ഇവര് ഒരുമിച്ച് പോകത്തില്ല, 2 സൈഡായിട്ട് തിരിയും. ഒന്ന് രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടവും ഒന്ന് നശിക്കുന്ന ഒരു കൂട്ടവും. അത് ഒന്നാമത്തെ അധ്യായത്തിൽ നാം അത് ചിന്തിക്കുവാനായിട്ടിടയായി. ക്രൂശിനകത്ത് വലതുഭാഗത്തും ഇടതുഭാഗത്തും ക്രൂശിന്റെ 2 ഭാഗത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. ഒരാള് പറുദീസയിലോട്ട് പോയി, മറ്റേ ആള് നരകത്തിലും പോയി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഈ ക്രൂശിനെ കണ്ട വ്യക്തികൾ ഏത് സൈഡിലോട്ടാണ് പോകുന്നതെന്നുള്ളത് നാം ചിന്തിക്കണം. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. അപ്പൊ ഇവിടെ നേരത്തെ ചിന്തിച്ചതുപോലെ ദൈവസന്നിധിയിൽ, ദൈവിക പ്ലാനിൽ ലോകസ്ഥാപനത്തിനു മുമ്പേ മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ് പൗലോസ് ഇവിടെ വിവരിക്കുന്നത്. പൗലോസ് പറയാണ്, എൻ്റെ ജ്ഞാനം കൊണ്ട് ഞാൻ ഡിറൈവ് ചെയ്ത് എടുത്തതൊന്നും അല്ല. പലരും ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആരും പ്രസംഗിക്കാത്തത് പ്രസംഗിക്കാനുള്ള ഒരു വലിയ ഒരാഗ്രഹം, ആരും കേട്ടിട്ടില്ലാത്ത ആശയങ്ങൾ കേൾക്കുവാനായിട്ട്, അത് പ്രസംഗിക്കാനുള്ളതായിട്ടുള്ള ഒരു വലിയ വെമ്പലോടുകൂടിയൊക്കെയാണ്. കാര്യം നമ്മുടെ ചിന്ത കർത്താവിലേക്ക് അടുപ്പിക്കുവാനായിട്ടാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സിമ്പിൾ ആകുവാനായിട്ട് ഇടയാകും. കർത്താവിലേക്ക് ജനത്തെ അടുപ്പിക്കുവാനായിട്ടുള്ള മെസ്സേജസ് ദൈവം നമുക്ക് തരും. അത് പ്രസംഗിക്കുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും നമുക്ക് തരുന്ന റെവലേഷൻസ്, ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുപ്പിക്കുന്ന റെവലേഷൻസ്.
നമ്മുടെ റെവലേഷൻസ് ഒക്കെ ദൈവസന്നിധിയിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ദൈവത്തോട് അടുപ്പിക്കുകയും വ്യക്തികളെ ക്രൂശിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന റെവലേഷൻസ് ഒക്കെ നമ്മളെ മാനസാന്തരത്തിലേക്കും നീതിയിലേക്കും ഒക്കെ അടുപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന റെവലേഷനാണ്. അല്ലാതെ ലോകത്തിന്റെ മോഹവും അതാക്കാം ഇതാക്കാം, അല്ലെങ്കിൽ നീ ഒതുങ്ങിയിരിക്കേണ്ടവനല്ല, നീ പൊങ്ങേണ്ടവനാണ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ റെവലേഷനൊക്കെ എവിടുന്നാണ് വരുന്നതെന്നുള്ളത്. അതിനകത്തേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് വായിക്കാം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും. അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, the true knowledge of God comes through his self revelation via the Spirit. പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തി നൽകുന്നതാണ് നമുക്ക് ആ ദൈവത്തെ ഉള്ള ആ ട്രൂ നോളജ് ഓഫ് ഗോഡ്. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ റിവീൽ ചെയ്ത് നമുക്ക് നൽകാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ ഇതിൻ്റെ ഒരു തിയോളജിക്കൽ സൈഡ് നോക്കിയാൽ ഇതിനകത്ത് 3 വ്യക്തികളെയും പറയുന്നുണ്ട്. ഒന്ന് ഫാദേഴ്സ് പ്ലാൻ, 2 സൺസ് അക്കംപ്ലിഷസ്, ദ സ്പിരിറ്റ് റിവീൽസ് ആൻഡ് അപ്ലൈസ്. ഈ 3 വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ ഉള്ള പ്ലാനിനെ കുറിച്ച്, പിതാവിൻ്റെ പ്ലാൻ ആയിരുന്നു, പിതാവിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെക്കുറിച്ചുള്ള പിതാവിൻ്റെ പ്ലാന്, അത് പുത്രനിലൂടെ അത് അക്കംപ്ലിഷ് ചെയ്യപ്പെടുന്നു, പുത്രനിലൂടെ അത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു. ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് റിവീൽ ചെയ്ത് തരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ആപ്ലിക്കേഷൻ സൈഡിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നു. അപ്പോൾ നമുക്ക് ഈ ബൈബിൾ സ്റ്റഡിയൊക്കെ നമ്മളിങ്ങനെ നോളജ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഇതിനകത്തൊക്കെ ഒരു സ്പിരിറ്റ് ഇലൂമിനേഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ധ്യാനിക്കുമ്പോഴും നമ്മൾ ആ പരിശുദ്ധാത്മാവിലേക്കും ആ ദൈവസ്നേഹത്തിലേക്കും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വീണു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് റീസ്റ്റോർ ചെയ്തൊന്ന് മടങ്ങി വരുന്നതിലേക്കും ആ ക്രൂശിലേക്ക് തന്നെ ഒന്ന് നോക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറണം. ഒരു സെൽഫ് ബോസ്റ്റിങ്ങിനേക്കാൾ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്കൊന്നും പ്രശംസിക്കുവാനില്ല എന്ന് പൗലോസ് ഒരു എന്താ പറയുന്നത്, ഒരു എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യം. അത് നമ്മുടെ ജീവിതത്തിലും അതൊരു സാക്ഷ്യമായിട്ട് മാറുമ്പോൾ നമ്മുടെ മെസ്സേജസും നമ്മുടെ ലൈഫും ഒക്കെ മാറുവാനായിട്ട് ഇടയാകും. 13-14 വാക്യങ്ങൾ വായിക്കാം. അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കപ്പെടേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ഇതാ വലിയൊരു പ്രശ്നം. നമ്മൾ ഈ വിശ്വാസികളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും ചിന്തിക്കുക, ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് എന്തായി മനസ്സിലാകാത്ത എന്നുള്ളത്. ഇവിടെ 2 മനുഷ്യന്മാരെ കുറിച്ച് ഇവിടെ പറയുന്ന, ഒന്ന് പ്രാകൃത മനുഷ്യൻ, മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. ദ സോളിഷ് മാൻ എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ആൾക്കാർ, മറ്റേത് സ്പിരിച്വൽ പേഴ്സൺ. അപ്പോൾ ഇതൊരു നമ്മുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയെ കുറിച്ചൊന്നും അല്ല പറയുന്നത്, നമ്മുടെ സ്പിരിച്വൽ കപ്പാസിറ്റി. 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചിലർക്ക് ഇതെല്ലാം കേട്ടാലും മനസ്സിലാകത്തില്ല. അവരെക്കുറിച്ച് അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. പറഞ്ഞു കൊടുക്കാനുള്ളതെല്ലാം പറഞ്ഞാലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താതെ അവർക്ക് പ്രാർത്ഥിക്കുവാൻ അവർക്കത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, അവരോട് കഴിക്കാതിരിക്കുക, അവരോട് പേഷ്യൻ്റ് ആയിരിക്കുക. ഇതൊക്കെയാണ് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. പലപ്പോഴും ഞാനും ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇവർക്കിതൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവരെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു ഫൂളിഷ്നെസ് ആണ്. ഈ ക്രൂശ് എന്ന് പറയുന്ന ഒരു ഫൂളിഷ്നെസ് ആണ്. ഈ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ക്രൂശിൽ പോയി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സൺഡേ സ്കൂളിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു കൊച്ചു ചോദിച്ചതുപോലെ, ഇവിടെ ഇരുന്ന സമയത്ത് ഒരു മനുഷ്യൻ കേൾക്കുന്നില്ലായിരുന്നു, പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും കേൾക്കുമെന്നുള്ളത്. യേശുക്രിസ്തു ഇവിടെ ഇരുന്ന സമയത്തെ ഒരു മനുഷ്യനും കേൾക്കുന്നില്ല, പിന്നെ മരിച്ച് സ്വർഗത്തിൽ പോയിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമെന്ന് ചോദിച്ചത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്.
എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക്, ലോകപ്രകാരമുള്ളവർക്ക് ഇത് മനസ്സിലാകത്തില്ല. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരോട് തിരുവചനം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ ജീവിതത്തിലൂടെ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ 15-16 വാക്യങ്ങളൂടെ വായിച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആത്മികനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തുവിൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ നാം ക്രിസ്തുവിൻ്റെ ലെൻസിലൂടെ കാണുവാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ അനുസരണമുണ്ട്, താഴ്മയുണ്ട്. ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ അത് സ്പിരിറ്റ്, അതിനകത്ത് യൂണിയനുണ്ട്. അത് ഡിവിഷൻ അല്ല, അത് ഒരുമിച്ച് നടക്കുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെ ക്രിസ്തുവിൻ്റെ മൈൻഡോട് കൂടെ കാണുവാനായിട്ട് കഴിയണമെന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സാണ്. ഇതൊരു സുപ്രഭാതത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. പൗലോസ് ഇവിടെ അങ്ങ് ഡിക്ലെയർ ചെയ്തേക്കാണ്. ഇറ്റ്സ് ഡിക്ലറേഷൻ, വി ഹാവ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അപ്പം നമ്മളെ കൊണ്ടേ അത് കഴിയത്തുള്ളൂ, ലോകപ്രകാരമുള്ളവർക്ക് കഴിയത്തില്ല എന്നുള്ളതാണ് തുടർന്ന് മേലോട്ടുള്ള കാര്യങ്ങൾ നാം വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം. എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ റിവീൽ ചെയ്ത് തരും. നമ്മൾ ഇന്നൊരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ ലോകപ്രകാരമുള്ള വ്യക്തികൾ റിയാക്ട് ചെയ്യുന്നത് പോലെ, ലോകപ്രകാരമുള്ള വ്യക്തികൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വി ഹാവ് എ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ലോർഡ്സ് മൈൻഡ് ടു ഇൻസ്ട്രക്ട് അസ്. അപ്പോൾ ദൈവം നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നു. ഇതൊക്കെയാണ് നാം 2-ാം അധ്യായത്തിൽ പൗലോസ് നമ്മോട് സംസാരിച്ചത്. മെയിനായിട്ടും 2-3 കാര്യങ്ങൾ ഇതിനകത്തൊരു സമ്മറി ആയിട്ട് പറഞ്ഞാൽ, ട്രൂ വിസ്ഡം കംസ് ഫ്രം ഗോഡ്. അത് പരിശുദ്ധാത്മാവാണ് നമ്മളെ റിവീൽ ചെയ്ത് തരുന്നത്. ഒരു ബൈബിൾ സ്കൂളിനും ഇത് ഒരു റെവലേഷനായിട്ട് നമുക്ക് തരാനായിട്ട് കഴിയത്തില്ല. അവർക്കൊരു നോളജായിട്ടേ തരാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ റെവലേഷനിൽ മാത്രമേ തിരുവചനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. രണ്ടാമത്തെ ഒരു സത്യം, ക്രോസ് അപ്പിയേഴ്സ് ഫൂളിഷ് ടു ഹ്യൂമൻ വിസ്ഡം ബട്ട് ഇറ്റ്സ് ഗോഡ്സ് പവർ. ഇത് ലോകപ്രകാരമുള്ളവർക്ക് ഈ തിരുവചനത്തിൻ്റെ അർത്ഥങ്ങൾ, ആഴങ്ങൾ മനസ്സിലാകത്തില്ല. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ അത് നമുക്ക് റിവീൽ തരുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ സ്പിരിച്വൽ ട്രൂത്ത് റിക്വയർ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഈ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദൈവിക അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമേ സ്പിരിച്വൽ ട്രൂത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പഠിച്ചതുകൊണ്ടോ നമുക്ക് ജ്ഞാനമുള്ളത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും ബോസ്റ്റ് ചെയ്യാനും ഇല്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നതാണ്. ലാസ്റ്റ് പോയിന്റ്, ദ ബിലീവേഴ്സ് possess ക്രൈസ്റ്റ് പെർസ്പെക്റ്റീവ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. നമുക്ക് ഈ ദൈവത്തിൻ്റെ മനോഭാവം നമ്മളിൽ ഉണ്ടാകുന്നത് നമുക്ക് ഈ വചനം അറിയാവുന്നത് കൊണ്ടല്ല, ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകിയത് കൊണ്ടാണ് നമുക്ക് അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ